സോ റീസെൻ്റ്ലി നമുക്ക് TVS കോട്ടയം 2 ഇന്റർകോംസ് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ചെന്നിരിക്കുകയാണ്. TVSന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് എക്സ് കണക്ട് S20 and S10X ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നോക്കാം. ആദ്യം ഞാൻ S20 തന്നെ കാണിക്കാം, കാരണം ഇത് തമ്മിൽ വലിയ വ്യത്യാസം വരുന്നില്ല. സുപ്പീരിയർ ആയിട്ട് വരുന്നത് നമ്മുടെ S20X തന്നെയാണ്. അതുകൊണ്ട് അതിലാണ് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. ഇതിൽ നിന്ന് കുറച്ച് കുറേ ഉള്ളൂ S10ലേക്ക് വരുമ്പോഴത്തേക്ക്. സോ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം നല്ലൊരു ഗ്രാഫിക്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് ആണ്. ഇവിടെ മാഗ്നറ്റിക് ലാച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ TVSന്റെ ബ്രാൻഡിങ്, അതുപോലെ തന്നെ പവേർഡ് ബൈ JBL എന്നുള്ള ബ്രാൻഡിങ്ങും വരുന്നുണ്ട്. ആക്ച്വലി ഇതിൽ വന്നിരിക്കുന്ന സ്പീക്കേഴ്സ് JBLന്റെ സ്പീക്കേഴ്സാണ്. സോ സൗണ്ട് ക്വാളിറ്റി നെക്സ്റ്റ് ലെവലായിരിക്കും. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് പിക്ചർ. S10നകത്ത് വ്യത്യാസമാണ്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കൊടുത്തിരിക്കുന്നത് ലമയൂർ ലേ ലഡാക്ക് ഉള്ളൊരു റോഡാണ്. സോ റൈഡ് മൂഡ് ഓൺ ആണ്. ഇത് തുറക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയ വിൻഡോയിൽ കൂടെ നമുക്ക് നമ്മുടെ ഡിവൈസും കാണാൻ സാധിക്കും. സോ ഇത് ജസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഫസ്റ്റ് ലെയറിൽ നമുക്ക് നമ്മുടെ ഡിവൈസ് കാണാൻ സാധിക്കും. സ്പീക്കർ ആൻഡ് മൈക്ക് സെറ്റുകൾ കാണാൻ സാധിക്കും. ഈ ലെയർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാമ്പിങ് കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്പേസേഴ്സ്, കേബിള്, എലങ്കി, ക്ലാംപ്സ്. അപ്പം ഓരോന്ന് ഞാൻ എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു ഡിവൈസ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ TVSന്റെ സ്മാർട്ട് എക്സ് കണക്ട് S20X എന്ന് പറഞ്ഞ ഡിവൈസ്. സോ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് നല്ല റഗ്ഗഡ് ഫീൽ ഉണ്ട്. ഫ്ലെക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇതിനെ പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ആൻറ്റിന വരുന്നുണ്ട്. സോ എക്സ്റ്റെൻഡഡ് റേഞ്ചിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഫുൾ സിൽവർ, ബ്രഷ്ഡ് സിൽവർ ഫിനിഷിലാണ് ഇതിൻ്റെ ഈ ഒരു പോർഷൻ വന്നിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ബ്ലാക്ക് ആണ്. 3 സ്വിച്ചസ് വരുന്നുണ്ട്. പ്ലസ്, മൈനസ്, നടുക്ക് സെലക്ടർ സ്വിച്ച്. ആ ഒരു എക്സ് ഷേപ്പൊക്കെ പൊളിയാണ്. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്ററും കൂടെ ഉണ്ട്. അത് ഞാൻ ഓൺ ആക്കുമ്പോൾ കാണിച്ചു തരാം. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പോർട്ട് വരുന്നുണ്ട്. USB Type-C ഫോർ ചാർജിങ് ആൻഡ് ദിസ് പോർട്ട് ഈസ് ഫോർ മൈക്ക് ആൻഡ് സ്പീക്കർ. അതിനുള്ള ഇൻപുട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ഫിസിക്കൽ ഓവർവ്യൂ. വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം വെയിറ്റ് ഒന്നുമില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എയറോഡൈനാമിക് ആയിട്ടുള്ള ഷേപ്പാണ്. അതുകൊണ്ട് ഹെൽമെറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോബിളിങ്ങോ കാര്യങ്ങളോ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസമോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് സ്പീക്കർ ആൻഡ് മൈക്കാണ്. അപ്പോൾ ആദ്യം മൈക്ക് തന്നെ ഞാൻ എടുത്ത് കാണിക്കാം. ഒരു ബൂം മൈക്ക് സെറ്റപ്പാണ് നമുക്ക് ഇതിൽ വന്നിരിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റിയോടാണ്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ വേണേൽ ഫ്ലെക്സിബിൾ ആക്കി പെർഫെക്റ്റ് ഫിറ്റ് ആക്കി വെക്കാൻ സാധിക്കും. ഇവിടെ ഒരു 3Mന്റെ സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹെൽമെറ്റിൻ്റെ സൈഡിൽ ഇത് ഒട്ടിച്ച് വെക്കാൻ സാധിക്കും. ഈ കാണുന്ന കണക്ഷൻ എന്ന് പറയുന്നത് സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. സ്പീക്കർ എന്നിട്ട് നമ്മൾ ഇന്റർകോമോട്ട് കണക്ട് ചെയ്യും. അങ്ങനെയാണ് ടെക്നോളജി വന്നിരിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ മൈക്ക്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം JBLന്റെ 12mm സ്പീക്കർ എന്നാണ് അവർ പറയുന്നത്. ആക്ച്വലി ഇത് ബോക്സിലൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ എവിടെ വായിച്ച ഒരു ഓർമ്മയിലാണ് പറഞ്ഞത്. എന്തായാലും ഇതാണ് നമ്മുടെ സ്പീക്കർ വരുന്നത്. ലെഫ്റ്റും ഉണ്ട് റൈറ്റും ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും ഹെൽമെറ്റിനകത്ത് ഇരിക്കാൻ പോകുന്നത്. അത് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. നല്ല ഫിനിഷ് ഉണ്ട് ഗൈസ്, നല്ലൊരു ക്വാളിറ്റി ഫീലും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഫ്ലെക്സോ അല്ലെ ഒരു ചീപ്പ് കൈൻഡ് ഓഫ് ഫീലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബാക്കിൽ നമുക്ക് വെൽക്രോ വരുന്നുണ്ട് ഹെൽമെറ്റിനകത്തോട്ട് ഒട്ടിച്ച് വെക്കാനായിട്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് കുഷനിങ്ങും വരുന്നുണ്ട്. ചെവിയിലൊക്കെ അപ്പം ഒരേ ആണെന്നുണ്ടെങ്കിലും വലിയ ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. വയറിനും അത്യാവശ്യം നീളമുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ ഹെൽമെറ്റിലും നമുക്ക് കംഫർട്ടബിളായിട്ട് ഫിറ്റ് ചെയ്യാൻ രീതിയിലുള്ള നീളം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്റർകോമിൽ കണക്റ്റ് ആവുന്ന പോർഷൻ എന്ന് പറയുന്നത്. ഈ പോർഷൻ നമ്മളിവിടെ കണക്ട് ചെയ്ത് ആക്ച്വലി ഒരു മൈക്രോ USB പോർട്ടാണ്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്ക് വരാം. ഈ ലെയറിൽ വരുമ്പോൾ ഫുള്ള് നമ്മുടെ ക്ലാമ്പിംഗ് ആൻഡ് സ്പേസർ സെറ്റപ്പുകളാണ്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഒരു LNG വരുന്നുണ്ട്. നമുക്ക് ക്ലാമ്പ് ഹെൽമെറ്റിലോട്ട് ഫിറ്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ചെറിയ LNG കൊടുത്തിട്ടുണ്ട്. കൂടെ 2 ടൈപ്പ് ക്ലാമ്പിങ്സ് വരുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് റിമൂവബിൾ ആയിട്ടുള്ളൊരു ക്ലാമ്പാണ്. അതായത് ഈ കൊടുത്തിരിക്കുന്ന ബോൾട്ട് നമ്മൾ ലൂസ് ആക്കിയിട്ട് ഹെൽമെറ്റിനകത്തേക്ക് ഈ ക്ലാമ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വേണ്ടാത്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഊരി വെക്കാൻ സാധിക്കുന്നതാണ്. ഇതൊരു അടിപൊളി സംഭവമാണ്. പിന്നീടുള്ളതാണ് നമ്മുടെ പെർമനന്റ് സെറ്റപ്പ്. അത് നമ്മൾ മറ്റ് സാധനങ്ങളിലൂടെ കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മൾ GoPro ഒക്കെ ഒട്ടിക്കാൻ ചിന്നിൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഹെൽമെറ്റിന്റെ സൈഡിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമനന്റ് ക്ലാമ്പിംഗ് സെറ്റപ്പാണ്. അപ്പോൾ ഇതിൽ ബാക്കിൽ നമുക്ക് 3Mന്റെ സ്റ്റിക്കർ വരുന്നുണ്ട്. സോ ഇത് പീൽ ചെയ്തിട്ട് ഹെൽമെറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ തന്നെ ഇരുന്നോളും. ഇതിലേക്കാണ് പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു ഇന്റർകോമിനെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ആയിട്ടിരിക്കും. സോ സിമ്പിൾ മെക്കാനിസം ആണ് അത്. അപ്പോൾ 2 ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വരുന്നതാണ് സ്പേസേഴ്സ്. ഇതാണ് 3Mന്റെ 2 സ്പേസേഴ്സ്. വെൽക്രോ ആണ്. എന്ന് പറയുന്നത് നമ്മുടെ ഹെൽമെറ്റിന്റെ ആ ഒരു സ്പീക്കർ പോക്കറ്റിലേക്ക് പോകും. ഇതിന്റെ മണ്ടയ്ക്കായിരിക്കും നമ്മൾ സ്പീക്കറിനെ ഒട്ടിച്ച് വെക്കുന്നത്. സോ എന്തോരം ഡിസ്റ്റൻസ് വേണം നിങ്ങളുടെ ചെവിയും സ്പീക്കറും തമ്മിൽ എന്നുള്ളത് ഈ സ്പേസേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 4 സ്പേസേഴ്സ് ഉണ്ട് 2 ചെവിക്ക് വേണ്ടിയിട്ട്. അതും ഒരു അടിപൊളി സാധനമാണ്. ക്വാളിറ്റി ഇതിൻ്റെയും പൊളിയാണ്. ഈ വെൽക്രോസ് ഒന്നും ചീപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ല. നല്ല സ്റ്റിക്കിനെസ് ഉള്ള വെൽക്രോ ആണ്. എത്ര നമ്മളിങ്ങനെ വെക്കുക
എടുക്കുകയും ഊരിയെടുക്കുകയും ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട്. ഇനിയുള്ളതാണ് നമ്മുടെ ചാർജിങ്ങിനായിട്ടുള്ള USB Type-C കേബിൾ. ഇത്രയും നമുക്ക് ലെങ്ത് വരുന്നുള്ളൂ. ഇത് കുറച്ച് കുറഞ്ഞു പോയാലും എനിക്ക് തോന്നി. ബട്ട് നമ്മൾ ഊരി വെച്ച് ചാർജ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഓൺ ദ ഗോ നിങ്ങൾ ചാർജ് ചെയ്യണമെന്നാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു കേബിൾ വാങ്ങിക്കാൻ, കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. എന്നാലും തന്നിരിക്കുന്ന കേബിളിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിനുള്ളത്. ബോക്സ് ഈസ് എംപ്റ്റി ഗൈസ്. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് S10X. ഇതിൽ വന്നിരിക്കുന്നതും സെയിം സാധനങ്ങളാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇതിൽ കാണുന്ന സാധനങ്ങൾ തന്നെ. പക്ഷേ നമ്മുടെ ഇന്റർകോമിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് മാത്രം ഞങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ വെറുതെ നമ്മൾ സമയം കളയുന്ന പരിപാടിയായിരിക്കും. സോ ഇതിൻ്റെ ഈ S10X വരുന്നത് ഇതാ കുറച്ചും കൂടി ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. അതായത് ഇതാണ് S20X, ഇതാണ് S10X എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടും കൂടെ നോക്കുമ്പോൾ കാണാം. ഇത് കുറച്ചും കൂടി ഒരു സിൽവർ ഫിനിഷിലും ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ബ്ലാക്ക് ഫിനിഷും കാണാൻ സാധിക്കും. ഈ ഒരു ഏരിയൽ കണ്ട, ഇതിന് ബ്ലാക്കാണ്, ഇതിന് സിൽവറാണ്. ഇനിയും ഈ രണ്ട് മോഡൽസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ S10X ആണ് എടുത്തിരിക്കുന്നത്. ഒന്നാമത് ബോക്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട്, ഓഫ് കോഴ്സ്. പിന്നെ നമുക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതാ ഈ ഒരു തുടക്കത്തിൽ കാണുന്ന പിക്ചറിലും വ്യത്യാസം വരുന്നുണ്ട്. ഇത് തമിഴ്നാടുള്ള കോഹ്ലി ഹിൽസിൻ്റെ ഒരു ഏരിയൽ വ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അത് ലേ ആൻഡ് ലഡാക്കുമാണ് വന്നിരിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ കഴിഞ്ഞാൽ ബാക്കി ടെക്നിക്കൽ ഡിഫറൻസസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ രണ്ട് ഡിവൈസുകളും ബ്ലൂടൂത്ത് 5.1-ൽ വർക്ക് ചെയ്യുന്നവയാണ്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ റെസ്പോൺസും അതുപോലെ തന്നെ കണക്ഷനും ഒക്കെ തന്നെ വളരെ ക്വിക്ക് തന്നെ ആയിരിക്കും. രണ്ടാമത്, ലൈൻ ഓഫ് സൈറ്റ് റേഞ്ച് TVS ക്ലെയിം ചെയ്യുന്നത് 1.1 കിലോമീറ്റേഴ്സ് ആണ്. അതായത് ഒരു റോഡിൽ നമുക്ക് ഫ്രണ്ടിൽ വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇല്ലാണ്ട് ലൈൻ ഓഫ് സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ 1.1 കിലോമീറ്റേഴ്സ് വരെ ഈ ഡിവൈസുകളുടെ റേഞ്ച് കിട്ടുന്നതായിരിക്കും. അതെന്തായാലും നമുക്ക് എന്തോരം കിട്ടുമെന്നുള്ളത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് മാറ്റി വെച്ച് നോക്കാം. സോ ഇത് റിയൽ വേൾഡിൽ ലോഡ് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ് ഉള്ളതെന്നുള്ളത്. പിന്നീടുള്ള ഏറ്റവും വലിയ മാറ്റങ്ങളാണ് S20X-ലേക്ക് വരുമ്പോഴത്തേക്ക് 20 ഡിവൈസസ് മാക്സിമം കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. സോ നമ്മുടെ ഗ്രൂപ്പ് റൈഡുകളുടെ സ്വഭാവം അനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാം ഏത് മോഡൽ വേണമെന്നുള്ളത്. രണ്ടാമത്തതാണ് 10X-ൽ നമുക്ക് വരുന്നത് റൈഡ് ലിങ്ക് ടെക്നോളജിയും 20X-ൽ വരുന്നത് റൈഡ് ഗ്രിഡ് ടെക്നോളജിയുമാണ്. റൈഡ് ലിങ്ക് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, രണ്ട് ഇന്റർകോംസ് തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഓഫ് കോഴ്സ് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. എങ്കിൽ കൂടിയും ഒരേ സമയത്ത് നമുക്ക് വേറൊരാളുമായിട്ട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി വേറെ ഇപ്പം നമ്മൾ കോളിലുള്ള ഒരാളല്ലാണ്ട് മറ്റുള്ളവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആളുമായിട്ട് നമ്മളൊരു ഡിഫറൻറ്റ് കോൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബട്ടൺസ് വഴി ചെയ്യാൻ സാധിക്കും, പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും ഈസി ആയിട്ട് TVS-ൻ്റെ SmartX Connect ആപ്പ് വഴി ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മുടെ ഡിവൈസസിൻ്റെ ലിസ്റ്റ് വരും. നമുക്ക് വേണ്ടതിനകത്ത് നമ്മൾ മൊബൈലിൽ കോൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് കോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ആളുമായിട്ട് ഇത് കണക്റ്റ് ആയിട്ട് ആ ആളുമായിട്ട് നമുക്ക് സംസാരിക്കാവുന്നേ ഉള്ളൂ. സോ ഒരു 2-way കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് 10X-ലുള്ളത്, അതായത് റൈഡ് ലിങ്കിനകത്തുള്ളത്. ഇനി റൈഡ് ഗ്രിഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സമയം മാക്സിമം 10 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. എന്നിട്ട് ആ 10 പേരോട് നമുക്ക് ഒരു സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഗ്രിഡും ലിങ്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മാക്സിമം 20 പേരെ വരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം 10 പേരുടെ 2 ഗ്രൂപ്പ് ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് ഇനി 3 പേരെ ഒരു ഗ്രൂപ്പിൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. സോ നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈസസുകളെ തിരിച്ചിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും 20X-ലേക്ക് വരുമ്പോഴത്തേക്ക്. അതാണ് ഈ രണ്ട് ഡിവൈസസുകളും തമ്മിലുള്ള പ്രത്യേകിച്ചുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയും അതിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ കൊടുത്തിരിക്കുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ TVS-ൻ്റെ ഈ ഒരു SmartX Connect യൂട്യൂബ് ചാനലിലേക്കാണ് പോകുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സാധനത്തിൻ്റെ ഡീറ്റെയിൽസും ഇതെങ്ങനെ ഫിക്സ് ചെയ്യണമെന്നുള്ള വീഡിയോസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണേൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്.